1991 മുതൽ 2011 വരെ 25 വർഷത്തോളം മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ചിരുന്ന കെ ബാബുവിനെതിരെ അന്ന് സ്വരാജ് നേടിയ വിജയം CPM-നെ സംബന്ധിച്ചിടത്തോളം വൻ ആവേശമായി മാറി. ബാർക്കോഴ അടക്കമുള്ള ആരോപണങ്ങൾ കത്തി നിന്നിരുന്ന തെരഞ്ഞെടുപ്പിൽ ജനവികാരം ബാബുവിനെതിരായപ്പോഴായിരുന്നു സ്വരാജ് മണ്ഡലം പിടിച്ചെടുത്തത്. പക്ഷേ 2021 ബാബുവിനെതിരെ വീണ്ടും മത്സരിക്കാനെത്തിയെങ്കിലും 992 വോട്ടിന് സ്വരാജ് പരാജയപ്പെട്ടു. ബാബുവിന്റെ ഈ വിജയം പക്ഷേ വലിയ വിവാദത്തിലും നിയമ പോരാട്ടത്തിലുമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്ന് ആരോപിച്ചായിരുന്നു LDF സ്ഥാനാർത്ഥിയായിരുന്ന സ്വരാജ് കെ ബാബുവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. മതം, ജാതി, ഭാഷ, സമുദായം എന്നിവയുടെ പേരിൽ വോട്ട് ചോദിക്കരുതെന്ന ചട്ടം ലംഘിച്ച ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന് സ്വരാജ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കെ ബാബു വോട്ടർമാർക്ക് നൽകിയ സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചതടക്കം ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത്. 2021 ജൂണിൽ സമർപ്പിച്ച ഹർജിയിൽ പക്ഷേ വിധി സ്വരാജിനെതിരായി. 2006 ശ്രീരാമകൃഷ്ണനാണ് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ മത്സരിച്ച അവസാന നേതാവ്. എന്നാൽ ആര്യാടൻ മുഹമ്മദിനോട് 18,070 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുകയായിരുന്നു. ആര്യാടൻ മുഹമ്മദിന് 87,522 വോട്ടും ശ്രീരാമകൃഷ്ണന് 69,452 വോട്ട് ലഭിച്ചു. പിന്നീട് 2011 പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് നിയമസഭാ സ്പീക്കർ ആവുകയും ചെയ്തു. പാർട്ടി ചിഹ്നത്തിലാകും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജ് മത്സരിക്കുക. പല സ്വതന്ത്രന്മാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ CPM തീരുമാനിക്കുകയായിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ ഉണ്ടായതായാണ് വിവരം. AKG സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇടതുമുന്നണിക്ക് നിലമ്പൂരിൽ വലിയ മുന്നേറ്റം നേടാൻ കഴിയുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ലക്ഷ്യമിടുന്ന വൻ കുതിപ്പിനെ തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കുകയെന്നും ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ തവണ LDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച PV അൻവർ സംഘടനയെ ഒറ്റ നൽകി UDF-നൊപ്പം നിൽക്കുന്നത് കേരള സമൂഹം കണ്ടതാണ്. യുവദാസിനെ പോലെ സംഘടനയെ ഒറ്റിയ അൻവറിന്റെ ദയനീയ അവസ്ഥയും സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂരിൽ കളി മാറുകയാണ്. MLA സ്ഥാനം രാജിവെക്കുമ്പോൾ നിലമ്പൂരിൽ രാഷ്ട്രീയം ഇത്രയ്ക്കങ്ങ് ചൂടുപിടിക്കുമെന്ന് PV അൻവർ ഒരിക്കലും വിചാരിച്ചു കാണില്ല. അൻവർ അബദ്ധത്തിൽ ചെയ്ത കടുങ്കയായിരുന്നു രാജി. ആ രാജി തീർത്ത പ്രതിസന്ധിയിൽ നിന്നും ഇനിയും പുറത്തു കിടക്കാൻ അൻവറിനായിട്ടില്ല. പക്ഷെ അൻവർ സ്വയം സൃഷ്ടിച്ച പ്രതിസന്ധി ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ വലിയൊരു പോർമുഖമാണ് തുറന്നിട്ടിരിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് ഉയരുന്ന വെല്ലുവിളിയിൽ CPM ഒരു അവസരം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് തങ്ങളുടെ ആവനാഴിയിലുള്ള ഏറ്റവും മികച്ച ആയുധത്തെ സ്വരാജിനെ CPM കളത്തിലിറക്കുന്നത്. നിലപാടുകൾ കൊണ്ടും വാക്പ്രയോഗങ്ങൾ കൊണ്ടും വിവാദങ്ങൾക്കൊപ്പമാണ് സ്വരാജിന്റെ രാഷ്ട്രീയ സഞ്ചാരം. വിവാദങ്ങളിൽ കുലുങ്ങാറില്ല, നിലപാടുകളിൽ മയം വരുത്താറുമില്ല. മറിച്ച് താൻ പറഞ്ഞത് എന്താണെന്ന് വിശദമാക്കി അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് സ്വരാജിന്റെ പൊതുശൈലി. അത് യുദ്ധത്തെക്കുറിച്ചുള്ള നിലപാടായിക്കോട്ടെ, തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളതാകട്ടെ, സ്വരാജിന് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടാകാറുണ്ട്. ആ സ്വാതന്ത്ര്യം പാർട്ടി നിലപാടിന് നാലുകെട്ടിന് പുറത്തു പോകാതെ നോക്കാനും ഈ യുവ നേതാവ് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ വാക്പ്രയോഗങ്ങൾ പലപ്പോഴും കൈവിട്ടു പോകുകയും വിവാദങ്ങളിൽ അവസാനിക്കുകയും ചെയ്തിട്ടുമുണ്ട്. നിലമ്പൂർ പോത്തുകലിലെ പതാർ സുമാനിവാസിൽ PN മുരളീധരന്റെയും PR സുമാങ്കിയമ്മയുടെയും മകനാണ് 45-കാരനായ സ്വരാജ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് കടന്നുവന്ന് സ്വരാജ് പ്രസംഗം, എഴുത്ത്, വിദ്യാർത്ഥി സമരങ്ങൾ എന്നിവയിലൂടെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ശ്രദ്ധേയനായത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നാട്ടുകാരൻ തന്നെയായ സ്വരാജ് മത്സരത്തിനിറങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് പോരാട്ടം തീപാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നാട്ടിൽ മത്സരിക്കുന്നത് ആദ്യമാണ്. നേരത്തെ 2 തവണ എറണാകുളത്തെ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. 2016 കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കെ ബാബുവിനെ തോൽപ്പിച്ച് MLA ആയി. തൃപ്പൂണിത്തറയിൽ 25 വർഷം തുടർച്ചയായി MLA ആയിരുന്ന കെ ബാബുവിനെ മലർത്തിയടിച്ചാണ് സ്വരാജിന്റെ നിയമസഭാ പ്രവേശം. 2021 തെരഞ്ഞെടുപ്പിൽ ബാബുവിനോട് തൃപ്പൂണിത്തറയിൽ 1000-ലധികം വോട്ടുകൾക്ക് തോറ്റു. തനിക്ക് പറയാനുള്ളത് വ്യക്തമായും സുതാര്യമായും ആവശ്യമെങ്കിൽ പരിഹാസം കലർത്തിയും പറയാൻ മടിക്കാറില്ല. ബാബറി മസ്ജിദ് രാജജന്മഭൂമി വിഷയത്തിൽ കോടതി വിധി വന്നപ്പോഴും പഹൽഗാം ആക്രമണത്തെ തുടർന്ന് യുദ്ധസമാന സാഹചര്യം രൂപപ്പെട്ടപ്പോഴും സ്വരാജിന്റെ നിലപാടുകൾ വിവാദത്തിൽ വീണു. താൻ പറഞ്ഞതിൽ നിന്ന് അണുവിട പിന്നോക്കം പോകാതെ അതിനെ വിമർശിക്കുന്നവർക്ക് വ്യക്തതയോടെ മറുപടി നൽകിയാണ് സ്വരാജ് മുന്നോട്ട് പോയത്. പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം, ക്യാപിറ്റൽ പനിഷ്മെന്റ് തുടങ്ങിയ പരാമർശങ്ങളുടെ പേരിലാണ് സ്വരാജ് വിവാദ നായകനായത്. മാധ്യമ പ്രവർത്തകരെ പിതൃശൂന്യർ എന്ന് വിളിച്ചു എന്നായിരുന്നു ആരോപണം. CPM സംസ്ഥാന സമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ ക്യാപിറ്റൽ പനിഷ്മെന്റ് നൽകണമെന്ന് സ്വരാജ് ആവശ്യപ്പെടുന്നു എന്നായിരുന്നു മറ്റൊരു ആരോപണം. ആരോപണങ്ങളെയും വിവാദങ്ങളെയും ഭയപ്പെട്ട് ഒഴിഞ്ഞു മാറാനൊന്നും സ്വരാജ് നിന്നില്ല. മികച്ച വാഗ്മിയായും ഈ യുവ നേതാവ് നിരവധി പുസ്തകങ്ങളുടെ രചയിതാവുമാണ്. ആനുകാലികങ്ങളിലും പത്രങ്ങളിലും ഉൾപ്പെടെ നിരവധി ലേഖനങ്ങൾ എഴുതുന്നു. ക്യൂബ ജീവിക്കുന്നു, പൂക്കളുടെ പുസ്തകം, മരണം കാത്ത ദൈവങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. സരിതയാണ് ഭാര്യ.
അൻവർ ഉയർത്തിയിരിക്കുന്ന കലാപം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഉലയ്ക്കുമെന്ന കണക്കുകൂട്ടിലായിരിക്കണം സ്വരാജിനെ കളത്തിലിറക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. അൻവറും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ എവിടം വരെ പോകുമെന്നായിരുന്നു CPM നോക്കിയിരുന്നത്. അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒടുങ്ങിയിരുന്നെങ്കിൽ CPM സ്വരാജിലേക്ക് ചിലപ്പോൾ എത്തുമായിരുന്നില്ല. പക്ഷെ അൻവർ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന സൂചനകൾ CPMനെ ഉൾക്കാഴ്ചയും ഊർജവുമായി. അൻവറിന്റെ പിന്തുണയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നേരിടുക എളുപ്പമല്ലെന്ന് CPMന് അറിയാം. അങ്ങനെയാണ് തൃക്കാക്കരയിൽ ഉമാ തോമസിനെതിരെ കളത്തിലിറക്കിയ ഡോക്ടർ ജോയെ പോലൊരാളെ കണ്ടെത്താൻ തുടക്കത്തിൽ CPM നോക്കിയത്. പക്ഷേ അൻവർ കലാപം കടുപ്പിക്കുകയാണെന്ന് കണ്ടപ്പോൾ CPMലെ ബുദ്ധി കേന്ദ്രങ്ങൾ ഉണർന്നു. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്വരാജ് തന്നെ ആയിക്കൂടെ എന്ന ചിന്തയായി. സ്വരാജ് ആണെങ്കിൽ നിലമ്പൂരിലെ സ്വന്തം പുത്രനാണ്. സ്വരാജിനെ ഇറക്കൂ എന്ന് വെല്ലുവിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള കോൺഗ്രസിലെ ആവേശജീവികളെ മുഖത്തോട് മുഖം നിന്നാണ് CPM ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്. നിലമ്പൂർ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ്. അൻവർ ഒപ്പമില്ലാത്തതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാലും CPMന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അൻവർ കോൺഗ്രസിനും UDFനുമെതിരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിലമ്പൂർ കൈവിട്ടു പോയാൽ CPMന് അതൊരു രാഷ്ട്രീയ തിരിച്ചടിയാകും. തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ CPM ഉയർത്തിയ മറുവാദം അതൊക്കെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണെന്നായിരുന്നു. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ UR പ്രദീപ് പരാജയപ്പെടുത്തിയപ്പോൾ CPMന് വലിയൊരു പിടിവള്ളി കയ്യിൽ കിട്ടുകയും ചെയ്തു. പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ ജനരോഷം അടിത്തട്ടിലുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ വാദമാണ് ചേലക്കരയിലെ വിജയത്തിലൂടെ CPM നേരിട്ടത്. ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടി സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ സിറ്റിംഗ് സീറ്റ് തങ്ങൾ നിലനിർത്തുമെന്നാണ് CPM തെളിയിച്ചത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി മൂന്നാം വട്ടവും ഭരണം നിലനിർത്തുമെന്ന അവകാശവാദത്തിനുള്ള ഇന്ധനമാണ് ചേലക്കര CPMന് നൽകിയത്. എന്ത് വില കൊടുത്തും നിലമ്പൂർ നിലനിർത്തുക എന്നതായിരിക്കും CPMന്റെ ലക്ഷ്യം. സ്വരാജിനെ പോലൊരാളെ രംഗത്തിറക്കിയിട്ടും നിലമ്പൂർ കൈവിട്ടു പോയാൽ പറയാൻ CPMന് മറുപടി ഉണ്ടാവില്ല. അത്യാധികം കടുത്തൊരു പോരാട്ടത്തിനാണ് നിലമ്പൂരിൽ അരങ്ങൊരുങ്ങുന്നത്. അൻവറിനെ അനുനയിപ്പിക്കാനും കൂടെ നിർത്താനും ഒക്കെ ആയിരിക്കും കോൺഗ്രസ് ആദ്യം ശ്രമിക്കുക. ആവേശവും രോഷവും വകതിരിവില്ലായ്മയും കൂടപ്പുറപ്പായ അൻവറിനെ UDF കൂടാരത്തിലേക്ക് കൊണ്ടുവരിക എളുപ്പമല്ല. പക്ഷേ അൻവർ എന്ന തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയല്ലാതെ UDFന് മുന്നിൽ മറ്റധികം വഴികളില്ല. അൻവറിനെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ പിന്നാമ്പുറത്തിറക്കുകയായിരിക്കും കോൺഗ്രസ് ആദ്യം ചെയ്യുക. CPMന്റെ നീക്കം അൻവറിന് മുന്നിൽ അതിജീവനത്തിന്റെ വഴിയാണ് തുറന്നിട്ടിരിക്കുന്നത്. ഈ അവസരം വിജയകരമായി വിനിയോഗിക്കാനായാൽ അൻവറിന് ഇനിയും രാഷ്ട്രീയ സാധ്യതകളുണ്ട്. നിലമ്പൂരിൽ ഏത് മുന്നണിയാണ് വിജയിക്കുന്നത് എന്നതിലാണ് അൻവറിന്റെ ഭാവിയും അടങ്ങിയിരിക്കുന്നത്. വോട്ടർമാർ ആഗ്രഹിച്ചതല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പ്രതികരിച്ച BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇനിയിപ്പോൾ ആ നിലപാട് പുനഃപരിശോധിക്കേണ്ടി വരും. CPMന്റെ നീക്കം തൽക്കാലത്തേക്കെങ്കിലും ഗുണകരമാവുന്നത് അൻവറിന് തന്നെയാണ്. UDFും കൈയഴിഞ്ഞതോടെ രാഷ്ട്രീയ അനാഥത്വത്തിന്റെ പെരുവഴിയിലായിരുന്ന അൻവർ സ്വയം കോടാലിയാവുകയും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുകയുമായിരുന്നു. പക്ഷേ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള CPM നീക്കം VD സതീഷിനെ ശരിക്കും ഞെട്ടിച്ചു.